യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും അധികം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൺസൂൺ ടൈം തന്നെയായിരിക്കും. ആ മഴക്കാലത്ത് കിട്ടുന്ന ഒരു വൈബ് വേറൊരു യാത്രയിൽ നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ചും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഒരു മഴക്കാലത്ത് ഒരു നാഷണൽ ഹൈവേ കൂടെ ലോങ് ഡ്രൈവ് പോകാൻ കൊതിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ആ ഒരു യാത്ര ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണെങ്കിൽ അത് അതിലും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഇന്നുള്ളത് അങ്ങനത്തെ ഒരു ഡ്രൈവിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലോട്ടുള്ള ഒരു മഴക്കാല യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല തണുത്ത കാറ്റടിച്ച് ഒരു ചൂടൻ ചായയും കുടിച്ച് ആസ്വദിച്ചുള്ളൊരു യാത്ര, അത് നമ്മളെ വേറൊരു തലത്തോടെ തന്നെ വളർത്തിക്കും. ഇന്നൊരു ശനിയാഴ്ചയാണ്. സമയം ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തങ്ങയിലോട്ടാണ്. മുത്തങ്ങയിലുള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്കൊരു 5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളിപ്പം എക്സ്പ്രസ് വേ കയറിയിട്ടില്ല, കയറാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-15 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ മൈസൂർ വഴി പിന്നെ ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുത്തങ്ങയിൽ പോയി കയറും. ഒരു ചെറിയ ഡ്രൈവാണ്, 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ മാക്സിമം എടുക്കുള്ളൂ. കുറച്ച് ദൂരം കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഡ്രൈവാണത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം, ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ കാഴ്ചകൾ കാണാം. വലിയൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നൊരു 4 മണിക്കൂറിൻ്റെ ഡ്രൈവ് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പം മിക്കവാറും അവിടെ എത്തുമ്പോൾ ഒരു ഉച്ചയ്ക്ക് 12 മണി കഴിയും എന്തായാലും എത്തുമ്പോൾ. ഇവിടെ കാര്യമായിട്ടുള്ള മഴയൊന്നും കാണാനില്ല. നമ്മൾ ഇന്നലെ അവിടെ നമ്മുടെ മുത്തങ്ങയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ വലിയ മഴയൊന്നുമില്ല, ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മൂടിക്കെട്ടിയ ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണെന്ന് പറഞ്ഞവർ. പക്ഷെ നമുക്കിപ്പോൾ അറിയാൻ പറ്റിയത് അവിടെ നാളെ വയനാട് മൊത്തം റെഡ് അലർട്ടാണ്, അവിടെ നല്ല മഴയാണ് എന്നാണ് അറിയാൻ പറ്റിയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഒക്കെയാണ് പോരാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല, പതുക്കെയാണ് പോരാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മാറാനുള്ള സമയമായിട്ടുണ്ട് ടയർ രണ്ടെണ്ണം. മൈസൂർ കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് എത്തിയപ്പോഴേക്കും നല്ല മഴയായി. നല്ല മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൈബ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഡാഷ് ക്യാമിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല, നമ്മളത് വെച്ചപ്പോഴൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ വണ്ടിക്ക് ബട്ടർഫ്ലൈ വൈപ്പറാണ് വരുന്നത്, 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന വൈപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ പോർഷനിലേക്ക് വൈപ്പറിൻ്റെ പ്രസൻസ് വരില്ലേ. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഫിറ്റ് ചെയ്തത് ഏറ്റവും സെൻട്രലായിട്ടാണ്, ഏറ്റവും സെൻറ്ററിൽ ടോപ്പിലായിട്ടാണ് ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ തന്നെയാണ് ഫിറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടുള്ള മിസ്റ്റേക്കാണ്, അതൊന്ന് ശരിയാക്കണം. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് നേരെ പോവാതെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ബത്തേരി മുത്തങ്ങ റൂട്ടിൽ പോകുന്നത്. അപ്പോൾ കർണാടക ഫോറസ്റ്റിൽ കൂടെ, അതായത് ബന്ദിപ്പുര ഫോറസ്റ്റിൽ കൂടെ തന്നെ ഒരു 14 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് മുത്തങ്ങ എത്താനായിട്ട്, കേരള എത്താനായിട്ട്. നമ്മൾ കാട്ടിൽ കയറിയിട്ടുണ്ട്.
കാട്ടിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൊമ്പനെ കണ്ട, നമ്മൾ ഈ ഒരു കൊമ്പനെ കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി. നല്ല ഒത്തൊരു കൊമ്പൻ, വലിയ 2 കൊമ്പുകൾ കണ്ടപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി നിർത്തി കുറേ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാളിങ്ങനെ ബൈക്കിൽ വന്നിട്ട് പറഞ്ഞു ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. പണി പാളി. ಚೆಕ್ ಮಾಡಿ ನಿಮ್ಗೆ ನಾ ಏನ್ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಅರ್ಥ ಆಯ್ತಾ ನಾ ಏನ್ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಗೊತ್ತಾ ಯಾವ ದೇಶಕ್ಕೆ ಎಲ್ಲ ಇಲ್ಲಿ ಅದು ಅರ್ಥ ಆಯ್ತಾ. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ഈ ഫോറസ്റ്റിൽ വണ്ടി നിർത്താനുള്ള അനുവാദമില്ല. ഇവരെല്ലായിടത്തും ആ ബോർഡ് വെച്ചിട്ടുണ്ട്, വണ്ടി നിർത്തുകയാണെങ്കിൽ 1000 രൂപ ഫൈനുണ്ട്. വണ്ടി നിർത്തുക അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, ഫോട്ടോ വീഡിയോ എടുക്കുക, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഫൈനാണ്. 1000 രൂപയാണ് ഫൈൻ ചോദിക്കുന്നവർ. അപ്പം ആ ഒരു ഇതാണ് ഉണ്ടായത്. നമ്മൾ കറക്റ്റ് ആരുടെ അടുത്ത് തന്നെ ഈ ഫോറസ്റ്റുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം അവരായിട്ട് സംസാരിച്ചു. ഫോറസ്റ്റുകാരനൊരു കുറച്ച് മര്യാദ ഉള്ള ആളായിരുന്ന ആൾ പറഞ്ഞു പൊക്കോളം പറഞ്ഞു. 1000 രൂപ കൊടുക്കേണ്ടി വന്നില്ല, പൊക്കോളം പറഞ്ഞ ആൾ. പക്ഷേ ഇവിടേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, കാരണം കന്നഡ അറിയില്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കുറേ ആനക്കൂട്ടുണ്ടായിരുന്നു. പക്ഷേ നിർത്താൻ പറ്റിയില്ല, കാരണം അവിടെ എല്ലാം ഫോറസ്റ്റുകാരുണ്ട്. പിന്നെ ഒരിക്കൽ നമ്മൾ ഫൈൻ അടിച്ച കാരണം അവർ പേടിയുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിർത്തിയില്ല വണ്ടി. പക്ഷേ ഒരു 3-4 സ്ഥലത്ത് ഒരു സ്പോട്ടിങ് എല്ലാം കിട്ടി. കുറേ ആനക്കൂട്ടുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ കർണാടക ഭാഗം കുറച്ചധികം ദൂരമുണ്ട്, ഒരു 14-15 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ കയറാനായിട്ടൊരു 30 രൂപ വരെ ടോൾ അവർ പിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫാസ്റ്റാഗിൽ നിന്ന് കട്ടായി പോയിക്കോളും. നമ്മളിപ്പോൾ നല്ല മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് വയനാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേ വരുന്നത് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ തന്നെയാണ്. അതായത് നമ്മുടെ മുത്തങ്ങ സഫാരി ചെയ്യുന്ന സ്ഥലം, സഫാരി എൻട്രി പോയിന്റ്, അതിൻ്റെ ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഈ ഒരു റിസോർട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. വയനാട് മൊത്തം പച്ചപ്പാണ്, മഴയത്ത് ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കയറുമ്പോൾ തന്നെ, ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്, 1-2 റെസ്റ്റോറൻറ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കയറി. ചെറിയ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ചോറും മീൻകറിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ട്. നല്ല പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേയിൽ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബിരിയാണി കട ഉണ്ട്. ഇവിടെ നിന്ന് കഴിക്കാൻ നോക്കാം. നല്ല ഭക്ഷണമാണ്. രാവിലെ ആയാലും നല്ല ദോശയും ചമ്മന്തി എല്ലാം കിട്ടും. അപ്പോൾ ഇതാണ് മുത്തങ്ങയിലെ സെറാമ്പി എന്ന് പറഞ്ഞ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ്. നേരെ കാണുന്ന ഒരു കോട്ടേജാണ്, ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളൊരു കോട്ടേജാണ്. ഇതിനൊരു 100-150 കൊല്ലം പഴക്കമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് അവർ റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാണാൻ മാത്രമല്ല ഇവിടെ താമസിക്കാനും നല്ല രസമാണ്. ആ ഒരു മരത്തിൻ്റെ ആ ഒരു തണുപ്പ് കൂടിയ അന്തരീക്ഷം, പിന്നെ മഴക്കാലൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, ചുറ്റും കാടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് പ്രത്യേകത വേറെ തന്നെയാണ്. ഇതിൻ്റെ മേലത്തെ റൂം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 പേർക്ക് താമസിക്കാം. താഴത്തെ റൂമിലാണെങ്കിൽ 2-3 പേർക്ക് പറ്റുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിറയെ മാൻകൂട്ടങ്ങളായിരിക്കും. എപ്പോൾ നോക്കിയാലും നിറയെ മാൻകൂട്ടങ്ങളായിരിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു എലിഫൻറ്റ് ക്യാമ്പുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേയും വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സഫാരി എൻട്രി പോയിൻറ്റും ഈ ഒരു സെയിം ക്യാമ്പസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഒരു ഫോറസ്റ്റ് കോട്ടേജിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ്. അതായത് 150 കൊല്ലം പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. ഫുള്ളായിട്ട് മരത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്, ഒരു കോട്ടേജാണ്. അപ്പോൾ അതിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആംബിയൻസ്, ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ വലുതാണ്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ കാടിൻ്റെ നടുവിലാണ് ഈ ഒരു കോട്ടേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സോഫയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു മഴയെല്ലാം കണ്ട് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാം. അതേപോലെ തന്നെ നിറയെ മാൻകൂട്ടുണ്ടായിരിക്കും, അപ്പുറത്ത് നിറയെ ആനകളുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് ആ ഒരു മഴയത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകതരം വൈബ് തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ, ഓൺലൈൻ പോർട്ടലിൽ ബുക്ക് ചെയ്യാം. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ 2 പേരുള്ളൂ, അല്ലെങ്കിൽ 2 പേരും കുട്ടികളൊക്കെ ആണെങ്കിൽ താഴത്തെ റൂം എടുത്താൽ മതി. താഴത്തെ റൂം അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ്, നല്ല സൗകര്യമുണ്ട്. പുറത്ത് സിറ്റ് ഔട്ടിൽ നമുക്കൊരു സോഫയും ചെയറും ടേബിളെല്ലാം കിട്ടും. താഴത്തെ റൂം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ്. 2500 രൂപയാണ് റൂമിൻ്റെ ചാർജ് വരുന്നത്. അതേപോലെ മേലത്തെ റൂമാണെങ്കിൽ മേലത്തെ റൂമിന് ചാർജ് വരുന്നത് 4000 രൂപയാണ്. റൂമിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ബെഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു 4 പേരേക്ക് നമുക്ക് അവിടെ ഈസിയായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇരിക്കാനായിട്ട് ഇവിടെ ടേബിളും ചെയറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ നല്ല വ്യൂ തന്നെയാണ്. പിന്നെ ബാത്റൂം 2 റൂമിൻ്റെയും പുറത്ത് തന്നെയാണ്, പുറത്താണ് ബാത്റൂം വരുന്നത്, അറ്റാച്ച്ഡ് അല്ല. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പ്രൈവസിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല ബാത്റൂം തന്നെയാണ്. പിന്നെ ഈ ഒരു കോട്ടേജ് കൂടാതെ ഇവിടെ ഒരു ഡോർമെട്രിയും കൂടി ഉണ്ട്. അതിൽ 40 പേർക്ക് താമസിക്കാം. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടേക്കും വരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡോർമെട്രി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോട്ടേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ മുത്തങ്ങ എലിഫൻറ്റ് ക്യാമ്പ് വരുന്നത്. പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ പിടിച്ച് മെരുക്കുന്ന ക്യാമ്പാണത്. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടുണ്ട് ആനയൂട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ പറ്റും. കുറേ ആനകളുണ്ട്. നമുക്ക് ഈ കോട്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആനകളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ കാടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് ചാരി കിടന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മുത്തങ്ങയിലെ സിറാമ്പി എന്നുള്ള ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാം. ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളുടെ വണ്ടി ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു കോമ്പൗണ്ടിനകത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.